ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയുടെ വീഡിയോയുമായിട്ടാണ്. അതുകൊണ്ട് വീഡിയോ ഒക്കെ മുഴുവനും കാണണം, സ്കിപ്പ് ചെയ്യല്ലേ. കർണാടകക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇത്. വാങ്കി ബാത്ത് എന്നാണ് ഇതിൻ്റെ പേര്. വാങ്കി എന്ന് വെച്ചാൽ നമ്മുടെ വഴുതനങ്ങായും, ബാത്ത് എന്ന് വെച്ചാൽ റൈസ് എന്നുമാണ് അർത്ഥം വരുന്നത്. ഇത് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ കേട്ടോ. പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇത് കഴിക്കാനായിട്ട് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഓരോ ടീസ്പൂൺ അളവിൽ നമ്മുടെ സാമ്പാർ പരിപ്പും ഉഴുന്ന് പരിപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി, പച്ചമല്ലി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ഒരു കറുവപ്പട്ട, 2 ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് 3 എണ്ണം മുറിച്ച് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകും 1/2 ടീസ്പൂൺ അളവിൽ തന്നെ നല്ല ജീരകവും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കട്ടക്കായമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കായപ്പൊടി വേണമെങ്കിലും ചേർക്കാം. നമ്മളിവിടെ കായം മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം പിഴുപുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. ഇത് കണ്ടോ, നല്ലതായിട്ട് കളറ് മാറി ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നത് കണ്ടോ. ഈ ഒരു സമയം വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് കഴിഞ്ഞപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തു. ഇനി കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. വീണ്ടും 1 ടേബിൾ സ്പൂൺ അളവിൽ കൂടി ചേർത്ത് കൊടുത്ത് അങ്ങനെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ സാധാരണ ചിരകിയ തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പം അതോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈ കാണുന്ന വഴുതനങ്ങ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കൊടുത്തിരിക്കുകയാണ്. കാര്യം നമ്മൾ കൂടുതൽ നേരം വെച്ചാൽ അതിൻ്റെ കളറങ്ങ് മാറും. അതുകൊണ്ട് വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിട്ട് കൊടുക്കാനായിട്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. കൂടെ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പും പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പും പിന്നെ കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കപ്പലണ്ടിയും കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വഴുതനങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ 2 വഴുതനങ്ങയാണ് എടുത്തിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പൊടിയും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതായത് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് മധുരം വേണ്ട. ഈ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടിച്ച ശർക്കര ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനിയും ഈ വഴുതനങ്ങയൊക്കെ ഒന്ന് വേകണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇത് പെട്ടെന്ന് വെന്തോളും. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. വെന്തില്ലെങ്കിൽ വീണ്ടും കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ അടപ്പൊന്ന് തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരല്പം കൂടി വേകാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 2 മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ അടപ്പൊക്കെ വെച്ച് അടച്ചതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നപ്പോൾ കണ്ടോ, നന്നായിട്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വഴുതനങ്ങ നല്ലതുപോലെ വെന്തിട്ടുമുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ഇതിൻ്റെ ആ ഒരു പരുവമെന്ന് പറയുന്നത് കേട്ടോ. എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. അത് ഇഷ്ടമുള്ള ചോറ് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ല സാധാ ചോറാണെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ റൈസൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബസ്മതി റൈസാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഇത് കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഒരുപാടങ്ങ് എരിവൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി എരിവൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയത് കേട്ടോ.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്